ളാംഭോധരകുന്തളാം സ്മിതമുഖീം കർപ്പൂരഹാരോജ്വലാം കർണാലംബിതഹേമകുണ്ടലധരം മാണിക്യകാഞ്ചീധരാം കൈവല്യൈകപരായണാം കളമുഖീം പദ്മാസനേ സംസ്ഥിതാം താം ബാലാം ത്രിപുരാം ശിവേന സഹിതാം ധ്യായാമി മൂകാംബികാം. ദേവി ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 34-ാമത്തെ അധ്യായം. ആത്മജ്ഞാനവും തദ്വാര എപ്രകാരം മുക്തി നേടാമെന്നുള്ളതിനെയും ഇവിടെ ദേവി ദേവന്മാർക്കും ഹിമവാനും വിശദീകരിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളാണ് അവലോകനം ചെയ്തു കൊണ്ടുവരുന്നത്. ജീവ ബ്രഹ്മ ഐക്യം എപ്രകാരം ഉണ്ടാവും എന്നുള്ളതിനെ അവിടെ പറഞ്ഞു നിർത്തി. പദാർത്ഥജ്ഞാനം ആദ്യമുണ്ടാവണം, പിന്നെ വാക്യജ്ഞാനം ഉണ്ടാവണം. തത്വമസി എന്ന് പറഞ്ഞതായിട്ടുള്ള ഉപനിഷത്ത് വാക്യത്തിൽ തത്പദത്തിനർത്ഥം ഞാൻ തന്നെയാണ് എന്ന് പറയണം. ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ദേവിയാണല്ലോ, പരാശക്തിയാണല്ലോ പറയണത്. അപ്പം തത് എന്നുള്ളത് ആദിപരാശക്തി തന്നെയാണ്. ആ വാക്യത്തിലെ ത്വം എന്ന പദം ജീവാത്മാവാണ്, ജീവനാണ്. രണ്ടിനും തമ്മിലുള്ള ഐക്യമാണ്, അഭേദമാണ് അസി എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. തത്വമസി എന്ന വാക്യത്തിലെ ത്വംപദം കൊണ്ട് തത്പദം കൊണ്ടും വിശേഷിക്കപ്പെടുന്ന ജീവ ഈശ്വരന്മാർക്ക് അഭേദം കൽപ്പിക്കാൻ കഴിയില്ല. ജീവൻ അല്പജ്ഞനും പരിച്ഛിന്നനും ഈശ്വരൻ സർവജ്ഞനും അപരിച്ഛിന്നനുമാണ്. അതേ ശ്രുതിവാക്യത്തിലുള്ള പദങ്ങൾ ഭാഗലക്ഷണം കൊണ്ട് മാത്രം അതിൻ്റെ അഭേദാർത്ഥം കൽപ്പിക്കേണ്ടതാണ് എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ആ തലത്തിലെത്തിയാൽ പിന്നെ എന്തായി? അഹം ബ്രഹ്മാസ്മിയായി. രണ്ടും വേറല്ല, ഒന്നു തന്നെ എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ കഴിയും. പഞ്ചീകൃതമായിട്ടുള്ള പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് സ്ഥൂലദേഹത്തിൻ്റെ ഉൽപ്പത്തി. ഭോഗങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ഗൃഹാദികളും കർമ്മങ്ങളും കാരണവുമാണ് ഈ സ്ഥൂലദേഹം എടുത്ത് ഇവിടെ വന്ന് ജനിക്കാനും കർമ്മങ്ങൾ ചെയ്യാനും ഒക്കെ കാരണമായിട്ട് ഭവിക്കുന്നത്. മിഥ്യാഭൂതമായിട്ടുള്ള ഇത് ഉണ്ടാവാനുള്ള കാരണം എൻ്റെ മായാശക്തി കൊണ്ടാണ്. എൻ്റെ സ്ഥൂല രൂപാധി ആണ് ഈ മായ എന്ന് പറയണത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും 5 പ്രാണനും മനസ്സും ബുദ്ധിയും ചേർന്നതാണ് സൂക്ഷ്മദേഹം എന്ന് ജ്ഞാനികൾ പറയുന്നുണ്ട്. ആ പഞ്ചീകൃത ഭൂതങ്ങളിൽ നിന്നുണ്ടായ സൂക്ഷ്മദേഹമാണ് എൻ്റെ രണ്ടാമത്തെ ഉപാധി. അത് സുഖാദികളെ ഉണ്ടാക്കണോ. അജ്ഞാനമാണ് മൂന്നാമത്തെ ഉപാധി. അതുതന്നെയാണ് കാരണശരീരമായിട്ട് പ്രകാശിക്കുന്നത്. ഈ ഉപാധികളെ ഇല്ലാതാവുന്ന സമയത്ത് അവശേഷിക്കുന്നതാണ് ആത്മാവ്. ആത്മാവ് മാത്രമാണ് ഈ ഉപാധികൾ ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ 3 ഉപാധികളുടെ മധ്യയാണ് അന്നമയ, പ്രാണമയ, മനോമയ, വിജ്ഞാനമയ, ആനന്ദമയ രൂപത്തിലുള്ള പഞ്ചകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പഞ്ചകോശങ്ങളാണ് അവിടെ പറഞ്ഞത്. എന്തൊക്കെയാ?
ഉപാധിവിലയേ ജാതേ കേവലാത്മവിശിഷ്യതേ ദേഹത്രയേ പഞ്ചകോശ അന്തസ്ഥസന്ധി സർവദ. പഞ്ചകോശങ്ങൾ എന്തൊക്കെയാണ്? അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയം. പഞ്ചകോശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചകോശങ്ങളെ പരിത്യജിച്ച് കഴിയുമ്പോൾ ആ നിത്യവസ്തുവായിട്ടുള്ള ബ്രഹ്മത്തിനെ ലഭിക്കുന്നു. നേതി നേതി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ശ്രുതിയിലുള്ള വാക്യങ്ങൾ എൻ്റെ രൂപമായിട്ട് പറയപ്പെടുന്നത് ഏതാണോ ആ നിത്യവസ്തുവായിട്ടുള്ള ബ്രഹ്മത്തെയാണ് കാണിച്ചു തരുന്നത്. ആ ബ്രഹ്മം ഒരിക്കലും ജനിക്കണില്ല, മരിക്കണില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയില്ല. ജന്മാതിഷഡ് ഭാവങ്ങൾ, വികാരങ്ങൾ അതിനില്ല. ഈ ശരീരം, പഞ്ചീകൃതഭൂതമായിട്ടുള്ള ഈ ശരീരം നശിക്കുന്ന സമയത്ത് ആത്മാവിന് നാശമുണ്ടാകുന്നില്ല. അത് അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്, പുരാണനാണ്. കൊല്ലുന്ന ഒരുവൻ മനസ്സിൽ വിചാരിക്കണു ഞാനിവനെ കൊല്ലുന്നു എന്ന്. കൊല്ലപ്പെടുന്നവൻ വിചാരിക്കണു ഞാൻ കൊല്ലപ്പെടുന്നു എന്നും. എന്നാൽ ഇവർ രണ്ടുപേരും സത്യം അറിയണില്ല. ആരും കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവത്തിലുള്ള സത്യം. കാരണം എന്താണ്? അണുവിനേക്കാൾ അണുവും മഹത്തായതിനേക്കാൾ മഹത്വമാകാൻ ആത്മാവ് എന്ന് പറയുക. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർ നിഹതോ ഗുഹായാം തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാത്മഹി മാനമസ്യ. അണുവിനേക്കാൾ അണുവും മഹത്തായതിനേക്കാൾ മഹത്വമാണ് ഈ ആത്മാവ്. ഇത് എല്ലാ പ്രാണികളുടെയും ഹൃദയ ഗുഹയിൽ, ഹൃദയാന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. കാമക്രോധാദികളെയെല്ലാം ജയിച്ചിട്ടുള്ള ഒരുത്തൻ ഇന്ദ്രിയ മനസ്സുകളെയെല്ലാം പ്രസന്നമാക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ മാഹാത്മ്യത്തെ അറിയും. അപ്പോൾ അവൻ ദുഃഖത്തിന് അതീതനായിട്ട് തീരും. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ദുഃഖം നമുക്കുണ്ടാവുന്നത് ഈ ശരീരത്തിനാണ്. ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ഈ ശരീരത്തിനുണ്ടാകുന്നതായിട്ടുള്ള ക്ലേശങ്ങൾ നമ്മുടെ ദുഃഖമായിട്ട് മാറണത്. ഇതിന് കിട്ടുന്ന സുഖങ്ങൾ നമ്മുടെ സുഖമായിട്ട് മാറണത്. ഈ ദുഃഖങ്ങളിൽ ആത്യന്തികമായിട്ടുള്ള ദുഃഖമാണ് മരണം എന്നുള്ള ദുഃഖം, ഭയം. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവുന്നത് ഞാൻ എൻ്റെ ശരീരമാണ് എന്നുള്ള കാരണം കൊണ്ടാണ്. ആത്മാവിൻ്റെ മാഹാത്മ്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനം ഉള്ളിൽ ഉറച്ചു കഴിയുമ്പോൾ ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ് എന്ന് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൽ ജഡഭരതനെത്തിയ ആ സ്ഥിതിയിൽ നമ്മളെത്തും. കൊല്ലാനായിട്ട് പുരോഹിതൻ വാളും കൊണ്ട് തലവെട്ടാനായിട്ട് വരുന്ന സമയത്തും കൂസലില്ലാതെ നിന്നു. കാരണം ഞാൻ ഈ ശരീരമല്ല, ഇതിനെ ബാധിക്കുന്നതല്ല. അവന് വേണമെങ്കിൽ എൻ്റെ ഈ കഴുത്ത് മുറിക്കാം. എൻ്റെ കഴുത്ത് മുറിച്ചത് കൊണ്ട് ഞാൻ മരിക്കുന്നില്ല. ഞാൻ ജനനമരണാദികളില്ലാത്ത